الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما واصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره أما بعد സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹഇയയിൽ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള വരികൾ ശ്രദ്ധിക്കുക. വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ ബിലാ കൈഫ ജല്ലൽ വാഹിദുൽ മുതമദ്ദഹു إلى طبق الدنيا يمن بفضله فتفرج أبواب السماء وتفتح يقول ألا مستغفر يلقى غافرا ومستمنح خيرا ورزقا فيمنح روى ذاك قوم لا يرد حديثهم ألا خاب قوم كذبوهم وقبحوا وقل നീ പറയുക, യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന ജബ്ബാറായ അല്ലാഹു അവൻ ഇറങ്ങി വരുന്നതാണ് എല്ലാ രാത്രിയിലും. ബിലാ കൈഫ, എന്നാൽ അതിന്റെ കൈഫിയത്ത് അത് നമുക്കറിയുകയില്ല. ജല്ലൽ വാഹിദുൽ മുതമദ്ദഹു, ഏകനായ എല്ലാ സ്തുതികൾക്കും അർഹനായ ആ റബ്ബ് അവനെല്ലാ മഹത്വങ്ങളുമുള്ളവനാണ്. ഇലാ തബഖി ദുനിയ, ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക്. തബഖ് എന്നാൽ അതിന് ആവരണം എന്ന് പറയും. ആവരണം അഥവാ ഭൂമിയോടടുത്ത ആകാശമാണ് ഉദ്ദേശം. യമുന്നു ബിഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യങ്ങൾ ഏകുന്നു. ഫതുഫ്റജു അബ്വാബു സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ സമയത്ത് തുറക്കപ്പെടുന്നു. വതുഫ്തഹു, ആ കവാടങ്ങൾ അത് അവിടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓരോ രാത്രിയിലും ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് വരുന്ന സമയത്ത് അത് തുറക്കപ്പെടുന്നു. യഖൂലു, എന്നിട്ട് അല്ലാഹു പറയും, അലാ മുസ്തഗ്ഫിറുൻ, അലാ മുസ്തഗ്ഫിറുൻ, പാപമോചനം തേടുന്ന ആരുണ്ട്. യൽഖ ഗാഫിറൻ, പുറത്തു കൊടുക്കുന്നവനായ റബ്ബിനെ അവന് കാണാം. അഥവാ അല്ലാഹു പാപമോചനം തേടിയവന് പുറത്തു കൊടുക്കും. വമുസ്തംനിഹുൻ ഖൈറൻ വറിസ്ഖൻ, ആരുണ്ട് ഖൈറും റിസ്ഖും ചോദിക്കാൻ അല്ലാഹുവിനോട് ആ സമയത്ത് നന്മകളും റിസ്ഖും ഉപജീവനവും ചോദിക്കാൻ ആരുണ്ട്. ഫയുംനഹു, ആ ചോദിക്കുന്നവൻ ആ സമയത്ത് നൽകപ്പെടും. റവാ ദാക, ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. ഖൗമുൻ ലാ യുറദ്ദു ഹദീസുഹും, ഒരിക്കലും അവരുടെ ഹദീസ് തള്ളുക സാധ്യമല്ല. അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിച്ചിരിക്കുന്നു. അലാ ഖാബ ഖൗമുൻ കദ്ദബൂഹും വഖുബ്ബഹു, ആ സത്യസന്ധരായ ആളുകൾ ഉദ്ധരിച്ച ഹദീസിനെ അവരെ തള്ളിക്കളഞ്ഞ ആളുകൾ, അവരെ നിഷേധിച്ചവർ, അവർ നശിച്ചു പോയിരിക്കുന്നു. അങ്ങേയറ്റം മോശക്കാരായ ആളുകളാണ്. നോക്കൂ, ഇവിടെ അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ സുപ്രധാനമായ ഒരു മസ്അലയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണത്? നുസൂലുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ നുസൂൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇറങ്ങി വരുന്നതാണ്. അല്ലാഹു 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. എന്നാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങും. ഇത് വളരെ അറിയപ്പെട്ടത് ഏത് സമയത്താണ്? അത് രാത്രിയുടെ അവസാന സമയത്ത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ينزل ربنا تبارك وتعالى حين يبقى ثلث الليل الآخر فيقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോ രാത്രിയിലും അതിന്റെ മൂന്നിലൊന്ന്, അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുണ്ടായിരിക്കെ അള്ളാഹു ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഫഅസ്തജീബ ലഹ്, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ അവന് നൽകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് വളരെ അറിയപ്പെട്ട ഒരു അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അതുപോലെ അള്ളാഹു യൗമ അറഫയിൽ, അറഫ ദിനത്തിൽ ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഖിയാമത്ത് നാളിൽ പടപ്പുകൾക്കിടയിൽ വിധി പറയാൻ അള്ളാഹു ഭൂമിയുടെ അടുത്ത അള്ളാഹു റബ്ബുൽ ആലമീൻ ഇറങ്ങുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ഇറങ്ങുമെന്ന്, പടപ്പുകൾക്കിടയിൽ വിധി പറയാൻ അള്ളാഹു ഇറങ്ങുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എല്ലാ രാത്രിയിലും അതിന്റെ അവസാന സമയത്ത്. 2, എപ്പോഴാണ്? അറഫ ദിനത്തിൽ. 3-മത്തേത് ഖിയാമത്ത് നാളിൽ ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ. അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട 3 ഈ സന്ദർഭങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പഴച്ച കക്ഷികൾ നിഷേധിക്കാറുള്ള ഈ സംഭവം മഹാനായ ഇമാം, ഇത്രയും മുൻഗാമിയായ ഈ ഇമാം ഈ കാര്യം പ്രത്യേകം എടുത്തു പറയും. അത് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ, അത് നിഷേധിക്കേണ്ടവരല്ല. എന്നാൽ പിഴച്ച കക്ഷികൾ ഇതിനെ നിഷേധിക്കും, അവരതിനെ പരിഹസിക്കും. വേണ്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ യുക്തിവാദികൾ, മതനിഷേധികൾ ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ അതേക്കുറിച്ച് ചോദിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് അവൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ്. നബിയാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടത് എന്തോ അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അതുപോലെ വിശ്വസിക്കും. അതിൽ എതിർപ്പിന്റെ, നിഷേധത്തിന്റെ ചോദ്യങ്ങൾ ഒരിക്കലും ഒരു മുഅ്മിൻ ചോദിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരിക്കലും നബിയോട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്കറിയുമോ, 28 സഹാബിമാരുടെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അള്ളാഹുവിന്റെ നുസൂലിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ 28 സഹാബിമാർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. നോക്കൂ, ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ള ഒരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ കാന സുലുസുൽ ലൈലിൽ ബാഖി, രാത്രിയുടെ 1/3, അവസാനത്തെ 1/3 സമയത്ത് യഹ്ബിതുല്ലാഹ്, അല്ലാഹു ഇറങ്ങുന്നതാണ്, ഇല സമാഇദ് ദുനിയ, ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക്. ثم تفتح أبواب السماء, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ثم يبسط يده, അല്ലാഹു അവന്റെ കൈ നീട്ടുന്നതാണ്. فيقول, എന്നിട്ട് പറയും, هل من سائل يعطى سؤله, ആരുണ്ട് ചോദിക്കാൻ? അവൻ ചോദിച്ച കാര്യം നൽകപ്പെടും. فلا يزال كذلك حتى يطلع الفجر, ഫജ്ർ ഉദിക്കുവോളം അഥവാ പ്രഭാതം പൊട്ടി വിടരുവോളം ഈ അവസ്ഥയുണ്ടായിരിക്കും. നോക്കൂ, ഈ നുസൂലുമായി ബന്ധപ്പെട്ട ഹദീസ് മുതവാത്തിറായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അഥവാ ധാരാളക്കണക്കിന് പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകണമെന്നില്ല. അഹാദായ ഹദീസാണ് എങ്കിൽ പോലും, ഒരേ ഒരു പരമ്പരയിലൂടെ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും, അത് വിശ്വാസകാര്യമാകട്ടെ, അത് കർമ്മപരമായ കാര്യങ്ങളാകട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം സഹീഹായ ഒരൊറ്റ റിവായത്ത് മതി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ. എന്നാൽ ഇത് ഒരുപാട് പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ജഹ്മികളായ ആളുകൾക്ക്, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവർക്ക് ഏറ്റവും വെറുപ്പുള്ള ഹദീസാണ്. ഇമാം അദ്ദാരിമി റഹിമഹുല്ലാഹ് അക്കാര്യം പറഞ്ഞത് കാണാം. ജഹ്മികൾക്ക് അവർക്ക് ഏറ്റവും ദേഷ്യം പിടിക്കുന്ന ഹദീസാണ്. അഹ്ലുൽ ബിദ്അന്റെ സ്വഭാവമാണ് എന്ത്?
സുന്നത്ത് കേട്ടാൽ അവർക്ക് ദേഷ്യം പിടിക്കുമെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവർ കേട്ടു, ഒരു തെളിവ് അവർക്ക് കിട്ടി. ആ തെളിവ് അവരുടെ പിഴച്ച വിശ്വാസത്തോട് യോജിക്കുന്നില്ലേ, അവർക്ക് ദേഷ്യം പിടിക്കും. അവരിതുവരെ പുലർത്തിപ്പോകുന്ന നിലപാടിന് എതിരാണോ, അവർക്കതൊരിക്കലും ഇഷ്ടപ്പെടുകയല്ല, അവർക്ക് ദേഷ്യം പിടിക്കും. അതേസമയം അഹ്ലുസുന്നത്തിന്റെ സ്വഭാവം എന്താണ്? അഹ്ലുസുന്നത്തിന്റെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവർക്ക് കിട്ടിയാൽ അവർ ഇത്ര കാലം, എത്ര വർഷങ്ങളാകട്ടെ, പതിറ്റാണ്ടുകളാകട്ടെ, അവർ ഇത്ര കാലം വിചാരിച്ചു പോന്നതോ നിലപാടെടുത്തു പോന്നതോ ആയ കാര്യത്തിന് എതിരാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ലഭിച്ചാൽ അവർ സന്തോഷിക്കും. നോക്കൂ നിങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അവർ അഹ്ലുസുന്ന എന്ന് പറയുന്നത്. കാരണം അവർ വഹി പിൻപറ്റാനാണ് ഉദ്ദേശിക്കുന്നത്, ഹക്ക് പിൻപറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ലഭിച്ചാൽ അവർ സന്തോഷിക്കും. അതേസമയം അഹ്ലുൽ ബിദ്അന്റെ സ്വഭാവം എന്താണ്? അവർ ചെയ്യുന്നതിനെതിരായിട്ട് ഒരു ഹദീസ് ലഭിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കും. അവരുടെ ഹവക്ക്, അവരുടെ ദേഹേച്ഛയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹദീസാണോ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാകട്ടെ, എത്ര പരമ്പരകളിലൂടെ വന്നതാകട്ടെ, അവരതിനെ തള്ളിക്കളയും. അതേസമയം അവരുടെ ഹവക്ക്, അവരുടെ ദേഹേച്ഛയ്ക്ക്, അവരുടെ തോന്നിവാസത്തിന് സംസാരിക്കരുത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, വാസനകളിൽ സംസാരിക്കാൻ പാടില്ല. അവരുടെ ഹവക്ക് യോജിക്കാത്ത ഹദീസാണോ എങ്കിൽ, അവരുടെ ഹവക്ക്, അവരുടെ തോന്നിവാസത്തിന് യോജിച്ച ഹദീസാണോ എങ്കിൽ, മൗദു ആണെങ്കിലും പച്ചക്കളമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ടതാണെങ്കിലും അവർ സ്വീകരിക്കും. ഉദാഹരണത്തിന് അവ്വലു മാ ഖലഖ അല്ലാഹുൽ അഖൽ, അല്ലാഹു ആദ്യം പടച്ചത് അഖലിനെയാണ്, ബുദ്ധിയാണ് എന്ന് പറഞ്ഞ ഒരു കളവ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയപ്പെട്ടത്. ഈ ഖൗം അത് ഉദ്ധരിക്കും, അത് എടുത്തു പറയും. കാരണം എന്താ? അവരുടെ ദേഹേച്ഛയ്ക്ക് യോജിച്ചതാണത്. കണ്ടോ, ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യന്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രമേ ദീൻ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നവരുടെ പിഴച്ച ആശയത്തിന് അനുകൂലമാണ് എന്നവർക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് എടുക്കുന്നു. യഥാർത്ഥത്തിൽ ഖൗമും ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം സഹീഹായ ബുദ്ധിക്ക് ഒരിക്കലും സഹീഹായ നഖൽ അത് എതിരാവുകയില്ല. നേരായ ബുദ്ധിക്ക് ഒരിക്കലും ശരിയായ പ്രമാണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസോ പരിശുദ്ധ ഖുർആൻ ആയത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസോ ഒരിക്കലും ശരിയായ ബുദ്ധിക്കെതിരാവുകയില്ല. ഒന്നുകിൽ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്, അതുകൊണ്ടാണ് അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ തെറ്റാണ് എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അവന് ലഭിച്ചത് സഹീഹായ ഒരു ഹദീസായിരിക്കുകയില്ല, ദീനിനെ കുറിച്ച് അവൻ ധരിച്ചൊരു തെറ്റിദ്ധാരണയായിരിക്കാം അത്. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് വന്നു കിട്ടിയാൽ അത് സ്വീകരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുക നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ സിഫത്താണ് നുസൂൽ. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഇറങ്ങും. എന്തുകൊണ്ടാണ് ജഹമികൾക്ക് ഈ ഹദീസ് ഏറ്റവും വെറുപ്പുള്ളതാണെന്ന് പറയാൻ കാരണം പ്രധാനപ്പെട്ട, അവർ നിഷേധിക്കുന്ന പ്രധാനപ്പെട്ട 3 സിഫത്തുകൾ ഈ ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ 3 സിഫത്തുകൾ. ഒന്നെന്താണ്? ഒന്ന് അള്ളാഹുവിന്റെ ഉലൂ, അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. അത് ഈ ഹദീസിലുണ്ട്. കാരണം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? യൻസിൽ, അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞത്. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞത്. അതുപോലെ നുസൂൽ, അള്ളാഹു ഇറങ്ങുമെന്ന കാര്യം ആ സിഫത്ത് ഈ ഹദീസിനുണ്ട്. മൂന്നാമത്തേത് എന്തായിരിക്കും? ആര് പറയും? എന്താണ് ഈ ഹദീസിലെ മറ്റൊരു സിഫത്ത്? അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹു സംസാരിക്കുമെന്ന് ഈ ഹദീസിലുണ്ട്. അതുകൊണ്ട് ആ ജഹമികൾ നിഷേധിക്കുന്ന അള്ളാഹുവിന്റെ 3 വിശേഷണങ്ങൾ ഈ ഹദീസിലുണ്ട് എന്നതുകൊണ്ട് അവർക്ക് ഈ ഹദീസിനോട് വെറുപ്പാണ്. അഹ്ലുസ് സുന്നത്ത് ഇത് വിശ്വസിക്കുന്നു. അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ വിശ്വസിക്കുന്നു. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. അവൻ ഓരോ രാത്രിയിലും, രാത്രിയുടെ അവസാന സമയത്ത്, ഫജ്റിനോട് അടുത്ത സമയത്ത് അവൻ ഇറങ്ങി വരും. ഒരിക്കലും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ നിഷേധികളുടെ ചോദ്യം ചോദിക്കുകയില്ല. ഇവിടെ രാത്രിയാകുമ്പോ അവിടെ പകലല്ലേ, എല്ലാ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേ സമയത്താണോ രാത്രി? അപ്പോഴെങ്ങനെ സംഭവിക്കും? അപ്പൊ ഏതാണ് രാത്രി? ഇതുപോലുള്ള യുക്തിവാദികളുടെ യുക്തിയില്ലാത്ത ചോദ്യം ഒരു മുസ്ലിം ചോദിക്കുകയില്ല. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, ഒരു സംശയവുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ മുൻഗാമികൾക്ക് അറിയുകയില്ല ഒരു സ്ഥലത്ത്, ഒരു നാട്ടിൽ
രാത്രിയാകുമ്പോൾ വേറൊരു നാട്ടിൽ പകലാണ് എന്ന കാര്യം അവർക്കറിയുകയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ല, അവരിൽ നിന്ന് അവർക്കതറിയാമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിവായത്തുകൾ വന്നിട്ടുണ്ട്. കാര്യം അവർക്കറിയാം, ഒരു നാട്ടിൽ രാത്രിയാവുമ്പോൾ വേറൊരു നാട്ടിൽ പകലായിരിക്കും എന്ന കാര്യം. അതറിയാത്ത ആളുകളല്ല ചിലർക്ക് അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അവർക്കൊന്നും അറിയാത്ത ആളുകളായിരുന്നു മുൻഗാമികളൊക്കെ. അവർക്ക് ദീനും അറിയില്ല, അവർക്ക് ദുനിയാവും അറിയില്ല. അല്ല, രണ്ടും യഥാർത്ഥത്തിൽ അറിയാത്തത് പിൽക്കാലക്കാർക്കാണ്, രണ്ടും അറിയാത്തവർക്കാണ്, അതല്ലാതെ മുൻഗാമികൾക്കല്ല. അവർ യഥാവി ദീനിന്റെ കാര്യവും മനസ്സിലാക്കേണ്ട, ദുനിയാവ് മനസ്സിലാക്കണം. ദുനിയാവ് ശരിക്കും മനസ്സിലാക്കുകയും അതിന്റെ സ്ഥാനം നൽകുകയും ചെയ്തവർ മുൻഗാമികളാണ്. ദീൻ ശരിക്കും മനസ്സിലാക്കുകയും ദീനിന് അതിന്റെ യഥാർത്ഥ വില നൽകുകയും ചെയ്തവർ മുൻഗാമികളാണ്. നോക്കൂ, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു അള്ളാഹു ഏറ്റവും മുകളിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് അവൻ ഇറങ്ങുന്നു. അവന്റെ നുസൂലിൽ വിശ്വസിക്കുന്നു. എന്നാൽ വളരെ ശ്രദ്ധിക്കുക, ഇക്കാര്യം വളരെ ശ്രദ്ധിക്കുക. പടപ്പുകൾ എവിടേക്കെങ്കിലും ഇറങ്ങിയാൽ ആ ഇറക്കം പോലെയല്ല ഖാലിഖായ റബ്ബിന്റെ ഇറക്കം. ഒരിക്കലുമല്ല, എല്ലാ സിഫത്തുകളും പോലെ. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതൊരിക്കലും പടപ്പുകളുടെ ഇറക്കം പോലെയല്ല. പടപ്പുകൾക്ക് ഇറങ്ങുമ്പോൾ പലതും സംഭവിക്കും. പടപ്പുകൾ എവിടേക്കെങ്കിലും ഇറങ്ങിയാൽ പലതും അവർക്ക് മുകളിലാകും. അല്ല എങ്കിൽ അവർ എന്തിന്റെയൊക്കെ ഇടയിലായി പോകും. ഈ വക കാര്യങ്ങളൊന്നും ഖാലിഖായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു ഇറങ്ങിയാലും അവൻ സകല സൃഷ്ടികൾക്കും മുകളിൽ തന്നെയാണ്. എങ്ങനെ? ശ്രദ്ധിക്കുക. അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് അവൻ ഇറങ്ങിയാലും അവന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹു സകല പടപ്പുകൾക്കും മേലെയാണ്. അവന് മുകളിൽ എന്തെങ്കിലും ആയിത്തീരുക എന്നതൊരിക്കലും സംഭവിക്കുകയില്ല. അതുപോലെ അവൻ ഏതെങ്കിലും പടപ്പുകൾക്ക് ഇടയിലായി പോവുക, ഇടകലർന്നു പോവുക പടപ്പുകളുമായി, അതും ഒരിക്കലും സംഭവിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഏറ്റവും മുകളിലായിരിക്കെ അടുത്തുള്ളവനാണ്. അവൻ ഇറങ്ങും, എങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല അവൻ സകല സൃഷ്ടികൾക്കും മുകളിൽ തന്നെയാണ്. വഴിപഴച്ച കക്ഷികൾ ഈ ഹദീസുകളെ അവരുടെ സ്വഭാവം അനുസരിച്ച് വ്യാഖ്യാനിച്ചു. അവർ പറഞ്ഞു അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അവർ പറഞ്ഞു അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അമ്ർ ഇറങ്ങും, അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങും എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 3 ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. എന്താണ്? നിങ്ങൾക്കാണോ അറിവ് കൂടുതൽ, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? രണ്ടാമത്തെ എന്താ ചോദ്യം? നിങ്ങൾക്കാണോ? ആരാ പറഞ്ഞേ? പറഞ്ഞോളൂ. നിങ്ങൾക്കാണോ? നിങ്ങൾക്കാണോ എന്ത് കൂടുതൽ? അറിവ് കൂടുതൽ. അതുപോലെ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആര് പറയും? നമ്മൾ പറഞ്ഞില്ലേ, ഇതുപോലുള്ള വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് 3 ചോദ്യങ്ങൾ അവരോടുണ്ട്. അതിനുത്തരം പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കാണോ ഏറ്റവും അറിവുള്ളത്? അതല്ല അള്ളാഹുവിന്റെ റസൂലിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഉത്തരം? അല്ല ഞങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ അതോടെ ഇസ്ലാം പുറത്തു പോകും. ശരി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾക്കാണോ അതല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ എന്ത് കൂടുതൽ അറിവ്? പിന്നെ രണ്ടാമത്തത് അറിവ് ആര് പറയും? നിങ്ങൾക്കാണോ അതല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? 3 കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിമിന്റെ കവിത ഒക്കെ ഉദ്ധരിച്ച് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞില്ലേ? എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളോടും ഖുർആനിനും സുന്നത്തിനും എതിരായത് പറയുന്നവരോടും അവർക്കൊക്കെ ബാധകമാകുന്ന ചോദ്യമാണ് ഈ 3 കാര്യങ്ങളെ കുറിച്ച്. നിങ്ങൾക്കാണോ അത് ഉള്ളത്, അതല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? നിങ്ങൾക്കാണോ അതല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? ഒന്ന് അറിവാണ്. നിങ്ങൾക്കാണോ കൂടുതൽ അറിവ്, അതല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? രണ്ടാമത്തത് അയ്യോ ഉമ്മത്തിനോടുള്ള നസീഹത്ത്. ബാറക്കല്ലാഹു ഫീക്. ഉമ്മത്തിനോടുള്ള നസീഹത്ത്, ഗുണകാംക്ഷ നിങ്ങൾക്കാണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? പിന്നെ മൂന്നാമത്തത് ആര് പറയും? രണ്ടെണ്ണം പറഞ്ഞല്ലോ. മൂന്നാമത്തെ ആര് ഓർത്തെടുക്കും?
മറക്കരുത്, ഒരിക്കലും മറക്കരുത് ഈ കാര്യങ്ങൾ. മൂന്നാമത്തേത്, ആർക്കാണ് ഫസാഹത്തുള്ളത്, ഏറ്റവും നന്നായി സംസാരിക്കാൻ, ദീൻ പറയാൻ കഴിവുള്ളത്? നിങ്ങൾക്കാണോ? അതല്ല അല്ലാഹുവിന്റെ റസൂലിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏത് ബിദ്അത്തിന്റെ കക്ഷികളോടും ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിന് ആളുകൾ പറയുന്നു അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം, അതിൽ തെറ്റില്ല എന്ന് പറയുന്നവരോട് ചോദിക്കുക, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. എത്ര ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു അല്ലാഹുവിനോട് മാത്രം ദുആ, അല്ലാഹുവിനോട് മാത്രം സഹായത്തേട. അത് ആ ആയത്തുകളുടെ ഒക്കെ അർത്ഥം അങ്ങനെയാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന അർത്ഥം അങ്ങനെയാണ്. നിങ്ങൾ പറയുന്നു ഇതിൽ ഔലിയാക്കൾ ഉൾപ്പെടുകയില്ല, അമ്പിയാക്കൾ ഉൾപ്പെടുകയില്ല, അവരെ വിളിച്ചു തേടാൻ ഈ ആയത്ത് എതിരല്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുക, നിങ്ങൾക്കാണോ കാര്യം കൂടുതൽ അറിയുക? അതല്ല അല്ലാഹുവിന്റെ റസൂലിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക എന്ന് സമ്മതിച്ചാൽ പിന്നെ അടുത്ത ചോദ്യം, എങ്കിൽ നബിക്കാണോ അല്ല നിങ്ങൾക്കാണോ ഉമ്മത്തിനോട് ഏറ്റവും നസീഹത്തുള്ളത്, ഗുണകാംക്ഷയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക എന്ന് പറഞ്ഞാൽ പിന്നെന്തേ ബാക്കിയുള്ളൂ? നബിക്കതറിയാം, ഇതാ ഈ ആയത്തുകളുടെ അർത്ഥം ഇങ്ങനെയല്ല, അങ്ങനെ തെറ്റായി ഉമ്മത്ത് മനസ്സിലാക്കരുത് എന്ന സ്നേഹവും ഗുണകാംക്ഷയും നബിക്കുണ്ട്. മൂന്നാമത്തേത് എന്താണ്? ഇത് പറയാൻ കഴിവുണ്ടാകണം, വ്യക്തമായി വിവരിച്ചു തരാൻ കഴിവുണ്ടാകണം. അതാർക്കാണ് കൂടുതലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. പിന്നെന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഇത്രയും തവണ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ തെറ്റിദ്ധരിക്കാൻ ഇത്രയും സാധ്യതയുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ഖുർആനിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ച് എന്ത് ദുർവ്യാഖ്യാനം ആര് പഠിപ്പിച്ചാലും ചോദിക്കുക, നിങ്ങൾക്കാണോ ഇതറിയുന്നത്? അതല്ല അല്ലാഹുവിന്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തുകൊണ്ട് ഇത് നബി പറഞ്ഞില്ല? നിങ്ങൾക്കാണോ ഉമ്മത്തിനോട് ഏറ്റവും ഗുണകാംക്ഷയുള്ളത്? അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? പിന്നെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? പറയാൻ കൂടുതൽ അറിവുള്ളത് ആർക്കാണ്, കഴിവുള്ളത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ അതല്ല നിങ്ങൾക്കാണോ? ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. നോക്കൂ, ഇതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹു ഇറങ്ങുമെന്ന് തന്നെയാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ അമ്ർ ഇറങ്ങും എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയും. നബി എത്ര തവണ സഹാബത്തിനോട് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം സഹാബിമാർ അത് ഉദ്ധരിച്ചത്. യൻസിലു റബ്ബുന, അള്ളാഹു ഇറങ്ങും, യൻസിലു അമ്രു റബ്ബിന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറില്ലേ? മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അത് രാത്രിയുടെ അവസാന സമയത്ത് മാത്രം ഇറങ്ങുന്നതാണോ? അല്ല. അള്ളാഹുവിന്റെ കൽപ്പന എന്നാൽ അതിന് ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു സമയം അത് നിജപ്പെടുത്താൻ ഒരു വകുപ്പുമില്ല. പിന്നെ മറ്റൊരു തെറ്റായ വ്യാഖ്യാനം എന്താണ്? ആളുകൾ പറയുന്നു, ഈ പഴച്ച കക്ഷികൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്ക് ഇറങ്ങുമെന്നാണ്. അള്ളാഹുവിന്റെ ഒരു മലക്ക് ഇറങ്ങുമെന്ന്. സുബ്ഹാനല്ലാഹ്. മലക്ക് ഇറങ്ങിയിട്ടാണോ? ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ, ഞാൻ പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ നൽകാം. ഇതൊരു മലക്കാണ് പറയാ? ഒരു മലക്ക് പുറത്തു കൊടുക്കും, ചോദിക്കുന്നതൊക്കെ നൽകും, അതുപോലെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്ന് വിശ്വസിച്ചാൽ ഒരാൾ ഇസ്ലാമിന് പുറത്തു പോകും, കാഫറായി പോകും. മലക്കതോടെ ഇലാഹായി തീർന്നു, റബ്ബായി തീർന്നു. അതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനാണ്? അതുകൊണ്ട് അതെല്ലാം തീർത്തും തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അള്ളാഹുവിന്റെ നുസൂലിൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുക. അള്ളാഹു ഇറങ്ങും. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, അത് ഓരോ രാത്രിയിലും, എല്ലാ രാത്രിയിലും ഒരു മുസ്ലിമിന്റെ മുന്നിലുള്ള അവസരമാണ്. എത്ര ദുആകളാണ് ആ സമയത്ത് തേടിയത് കാരണത്താൽ അള്ളാഹു സ്വീകരിച്ചത്. എത്ര രോഗങ്ങളാണ് ആ സമയത്തുള്ള പ്രാർത്ഥന കാരണത്താൽ മാറിയത്. എത്ര ആളുകൾക്കാണ് അവരുടെ കാലങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ ആ നേരത്തുള്ള ദുആ കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കിക്കൊടുത്തത്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, യാക്കൂബ് അലൈഹിസ്സലാം മക്കൾ, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ തെറ്റുകളൊക്കെ തിരുത്തി അവസാനം വന്നിട്ട് പറഞ്ഞു, യാ അബാനാ അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി. യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. അതെ, ഞാൻ നിങ്ങൾക്ക് തേടാം. സൗഫ എന്ന് പറഞ്ഞാൽ തേടാം, ഒരൽപ്പം കഴിഞ്ഞ് ഉള്ള സമയം സൂചിപ്പിക്കാനാണ് സൗഫ. അതുപോലെ സ, ഈ രണ്ടും സൂചിപ്പിക്കുന്നത്. കല്ലാ സൗഫ തഅലമൂൻ, കല്ലാ സയഅലമൂൻ. ഇത് രണ്ടും അതെ വഴിയെ സംഭവിക്കും എന്നറിയാൻ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞത് കാണാം, യാക്കൂബ് അലൈഹിസ്സലാം അവർക്ക് വേണ്ടി പാപമോചനം
ഈ രാത്രിയുടെ അവസാന സമയത്ത് തേടാൻ വേണ്ടി മാറ്റിവെച്ചു എന്നാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ നോക്കൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അവസരമാണ്. മാത്രമല്ല ഫജ്ർ വരെ ആ സമയമുണ്ട് എന്നാണ്. ഫജ്ർ വരെ ആ സമയം ഉണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ പ്രധാനപ്പെട്ട മസ്അലയാണ് ഈ വരികളിൽ, അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട മസ്അലയാണ് ഈ വരികളിൽ പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത വരികൾ ശ്രദ്ധിക്കുക. وقل إن خير الناس بعد محمد صلى الله عليه وسلم وزيراه قدما ثم عثمان الأرجح ورابعهم خير البرية بعدهم علي حليف الخير بالخير منجح وإنهم والرهط لا ريب فيهم على نجب الفردوس في الخلد تسرح سعيد وسعد وابن عوف وطلحة وعامر فهر والزبير الممدح وقل خير قول في الصحابة كلهم ولا تك طعانا تعيب وتجرح فقد نطق الوحي المبين بفضلهم وفي الفتح آي في الصحابة تمدح وقل نبريق إن خير الناس بعد محمد صلى الله عليه وسلم محمد النبي صلى الله عليه وسلم كشيشم يتوم جننغل الخيران وزيراه قدما നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേയുള്ള രണ്ട് സഹായികൾ, രണ്ട് കൂട്ടുകാർ ആരാണവർ? അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ. ثم عثمان الأرجح, പിന്നീട് ഏറ്റവും ശ്രേഷ്ഠനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് ചോദിച്ചാൽ പറയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം, അഥവാ അള്ളാഹുവിന്റെ ബാക്കി നബിമാർക്കും ശേഷം അബൂബക്കറും ഉമറും ഉസ്മാനുമാണ്. വറാബിഉഹും, നാലാമൻ ഖൈറുൽ ബരിയത്തി ബഅദഹും, അവർക്ക് ശേഷം ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അലിയാണ് ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു, ഖൈറിന്റെ കൂട്ടുകാരനായ, ഖൈറുമായി വിജയിച്ചു പോയ. വഇന്നഹും, അതാ അവരും, വറഹ്തു ലാ റൈബ ഫീഹിം, അതുപോലെ ഒരു സംഘം സഹാബിമാരും, അവരെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അലാ നുജുബിൽ ഫിർദൗസി ഫിൽ ഖുൽദി തസ്റഹു, സ്വർഗ്ഗത്തിലെ നുജുബിൽ അവർ ശാശ്വതരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിലെ വാഹനങ്ങളാണ് നുജുബ് കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ്. സ്വർഗത്തിൽ ഒട്ടകവും കുതിരയുമൊക്കെ വാഹനങ്ങളായി ഉണ്ടായിരിക്കുമെന്നാണ്. ഇതിന്റെ ശ്രേഷ്ഠമായ രൂപത്തിൽ അതിലൂടെ ഉദ്ദേശിക്കുന്നിടത്തേക്ക് സഞ്ചരിക്കാവുന്ന രൂപത്തിൽ, അതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ 4 സഹാബിമാരുടെ കൂടെ പിന്നെ ഉള്ള ശ്രേഷ്ഠരായ സഹാബിമാർ ആരൊക്കെയാണ്? സഈദുൻ വസഅദുൻ വബ്നു ഔഫിൻ വതൽഹതു. 4 പേരെ പറഞ്ഞു. സഈദ് എന്നാൽ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. സഅദ് അഥവാ സഅദ് ഇബ്നു അബി വഖാസ്. വബ്നു ഔഫ്, ഇബ്നു ഔഫ് ആരായിരിക്കും? ഇബ്നു ഔഫ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. വതൽഹതു, തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. വആമിർ ഫിഹ്ർ, ആമിർ ഫിഹ്ർ എന്നാൽ അബൂ ഉബൈദ ബിൻ ജറാഹ്, അദ്ദേഹത്തിന്റെ പേര് ആമിർ ബിൻ അബ്ദുല്ലാഹ് എന്നായിരുന്നു. ആമിർ ഫിഹർ എന്ന് പറയാനുള്ള കാരണം ഫിഹർ ഗോത്രക്കാരനായിരുന്നു. ആമിർ ബിൻ അബ്ദുല്ലാഹ് അൽ ഫിഹരി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക. വസ്സുബൈറുൽ മുമദ്ദഹു, സുബൈർ എന്നാൽ സുബൈർ ഇബ്നു അവ്വാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകൻ സുബൈർ ഇബ്നു അവ്വാം. അൽ മുമദ്ദഹു, ഈ പ്രശംസ നേടിയ സഹാബിമാർ. വഖുൽ ഖൈറു ഖൗലിൻ ഫി സ്വഹാബത്തി കുല്ലിഹിം, നീ സഹാബത്തിനെ കുറിച്ച് ഏറ്റവും നല്ല വാക്ക് മാത്രം പറയുക. വലാ തകു തആനൻ തഈബു വതജ്റഹു, സഹാബിമാരെ മോശക്കാരാക്കുന്ന, അവരെ കുത്തിപ്പറയുന്ന, അവരുടെ വിമർശകനാകരുത് നീ ഒരിക്കലും, അവരെ കുറ്റം പറയുന്നവനാകരുത്. ഫഖദ് നതഖൽ വഹ്യുൽ മുബീനു ബിഫദ്ലിഹിം, അല്ലാഹുവിന്റെ വ്യക്തമായ വഹി അവരുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഫിൽ ഫത്ഹി ആയുൻ, സൂറത്തുൽ ഫത്ഹിലുണ്ട് ആയുൻ, ആയത്തുകൾ. ഫിസ് സഹാബത്തി തംദഹു, സഹാബത്തിനെ പുകഴ്ത്തുന്ന ആയത്തുകളുണ്ട്. നിങ്ങൾ പറയൂ, ഈ വരികളിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് സംസാരിച്ചത്. ഇപ്പോൾ വായിച്ച വരികളിൽ ഏത് വിഷയമാണ് പറഞ്ഞത്? ആര് പറയും? എന്ത് വിഷയമാണ് പറഞ്ഞത്? നേരത്തെ നമ്മൾ വിശദീകരിച്ചതാ അള്ളാഹുവിന്റെ നുസൂൽ, അള്ളാഹു ഇറങ്ങുക എന്ന മസ്അല. ഇത് ഇപ്പോൾ വായിച്ച വരികളിൽ ഏത് കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്? ആരെ കുറിച്ചാണ് പറഞ്ഞത്? സഹാബിമാരുടെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് പറഞ്ഞത്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്
സഹാബത്തിനോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും അവരോടുള്ള ശരിയായ നിലപാടും. അതിൽ അവരോട് വേർപിരിഞ്ഞവർ, സഹാബത്തിന് കുറ്റം പറയുന്നവർ, അവർ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താണ്. അല്ല, അബൂ സുറഅ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറ്റം പറയുന്ന ഒരുവനെ കണ്ടാൽ നീ അറിഞ്ഞുകൊള്ളുക, ഫഇന്നഹു സിന്ദീഖ്, സിന്ദീഖാണ്, അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയവനാണ്, അവൻ മതവിരോധിയാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ് അവൻ. അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ്, നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോടുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവും. ഇത് സഹോദരങ്ങളെ, കുട്ടികളെ, ധാരാളം നമുക്ക് പറയാനുള്ള, വിശദീകരിക്കാനുള്ള കാര്യമാണ്. എന്നാൽ 10 കാര്യങ്ങൾ, 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അതിന്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അഹ്ലുസുന്നത്തിന്റെ നമ്മുടെ വിശ്വാസം എന്താണ്, അത് 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിന്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നമ്മൾ സ്നേഹിക്കണം. അല്ലാഹുവിനു വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ സ്നേഹിക്കുക അവരോടുള്ള സ്നേഹം ഇബാദത്താണ്. നീ അബൂബക്കറിനെ, ഉമറിനെ റളിയല്ലാഹു അൻഹുമ സ്നേഹിച്ചാൽ മാത്രം അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. അവരിഷ്ടപ്പെട്ടാൽ മതി. അവരിഷ്ടപ്പെടുന്നതിന് എന്തുണ്ട്? അല്ലാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹുബ്ബുഹും ദീനുൻ, അവരെ സ്നേഹിക്കൽ ദീനാണ്, അവരോടുള്ള സ്നേഹം ദീനാണ്. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അല്ലാഹുവിങ്കൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള എന്റെ അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ ഞാൻ സ്നേഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിങ്കൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ. പലർക്കും പ്രതീക്ഷയുള്ള ചില അമലുകൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം. ആരും കാണാതെ അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി മാത്രം, സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രം ചെയ്തു വെച്ച അമലുകൾ നമുക്ക് ഉണ്ടാകണം. നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന അമലുകൾ ഉണ്ടാകണമെന്നാണ്. ആ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സഹാബത്തിനോടുള്ള സ്നേഹം. നോക്കൂ നിങ്ങൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. അൻസാറുകളെ സ്നേഹിക്കൽ ഈമാനിന്റെ അടയാളമാണ്, അൻസാറുകളെ വെറുക്കൽ നിഫാഖിന്റെ അടയാളമാണ്. അൻസാറുകളാണോ മുഹാജിറുകളാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ? നിങ്ങൾ പറയൂ. മുഹാജിറുകളാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ. പക്ഷെ അൻസാറുകളെ സ്നേഹിക്കൽ ഇങ്ങനെയാണെങ്കിൽ മുഹാജിറുകളെ സ്നേഹിക്കൽ എന്തായിരിക്കും? മുഹാജിറുകൾ ആണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ. കാരണം അവർക്ക് ഹിജറയുമുണ്ട്, നുസ്റയുമുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാനം നിങ്ങൾക്ക് കാണാം വയൻസുറൂന അല്ലാഹ വറസൂല. അവർക്ക് ഹിജറയുമുണ്ട്, നുസ്റയുമുണ്ട്. അവർ ഹിജറ വന്നിട്ടുണ്ട്, അതുപോലെ അല്ലാഹുവിനെ റസൂലിനെ സഹായിച്ചിട്ടുമുണ്ട്. അൻസാറുകൾക്ക് നുസ്റയാണ് ഉള്ളത്. അൻസാറുകളെ സ്നേഹിക്കുക ഈമാനിന്റെ അടയാളമാണ്, അവരെ വെറുക്കുക നിഫാഖിന്റെ അടയാളമാണ്. അതെ, സഹാബത്തിനെ മുഴുവൻ ഉള്ള ശ്രേഷ്ഠതയാണ്. അവരോടുള്ള സ്നേഹം ഈമാനാണ്, അവരെ വെറുക്കുക നിഫാഖാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, كان السلف يعلمون أولادهم حب أبي بكر وعمر كما يعلمون السورة من القرآن. ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ സലഫ്, നമ്മുടെ മുൻഗാമികൾ, അവരുടെ കുട്ടികളെ അബൂബക്കറിനോടും ഉമറിനോടുമുള്ള സ്നേഹം പഠിപ്പിച്ചിരുന്നു. ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കണം, ദീനാണ്. അവരോടുള്ള സ്നേഹം ദീനാണ്. കാരണം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായി തെരഞ്ഞെടുത്തവരാണ് അവർ. നബി അവരെ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങ് ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ. മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആരെയാണ്? അബൂഹ, ആയിഷയുടെ പിതാവിനെ. പിന്നെ ആരാണ്? ഉമറിനെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പറഞ്ഞവരാണ് അവർ. നോക്കൂ, സഹാബത്തിനെ മുഴുവൻ പേരെയും സ്നേഹിക്കണം. ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ? സഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മുഅ്മിനായിക്കൊണ്ട് നബിയെ കണ്ട് മുസ്ലിമായി തന്നെ മരിച്ച ആളാണ് സഹാബി. അങ്ങനെയുള്ളവരാണ് സഹാബി. സഹാബി എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതകാലത്ത് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോഴാണ് നബിയെ കണ്ടതെന്ന് കൂട്ടിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പാണ് കണ്ടത്.
എങ്കിൽ പോലും അങ്ങനെ കണ്ടയാൾ ആരാവുകയില്ല? സഹാബി ആവുകയില്ല. ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. എങ്ങനെ കാണണം? മുസ്ലിമായിട്ട് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന കാലത്ത് ഒരാൾ മുസ്ലിം ആയിരുന്നില്ല, കാഫിറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആൾ മുസ്ലിമായി. സഹാബിയാകുമോ? ഇല്ലേ, സഹാബിയാവുകയില്ല. മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. കണ്ടിട്ടില്ല എങ്കിൽ നബിയുമായി സംഗമിക്കണം. ഉദാഹരണത്തിന് കണ്ണ് കാണാത്ത സഹാബിമാരുണ്ട്. അല്ലാഹു ഇബ്നു മക്തൂം നബിയെ കണ്ടിട്ടില്ല, പക്ഷെ സഹാബിയാണ്. കണ്ണുകൊണ്ട് കാണലല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു മജ്ലിസിൽ എങ്കിലും ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചുകൊണ്ട് കാണണം. എന്നിട്ടോ മുസ്ലിമായി തന്നെ മരിക്കുകയും വേണം. ഈ കണ്ട വ്യക്തി മുസ്ലിമായി മരിക്കണം. അവരാണ് സഹാബത്ത് എന്ന് പറയുക. അവരാണ് അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ. ലോകത്ത് നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. ബാക്കിയുള്ള നബിമാരുടെ സഹാബിമാരെക്കാൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ് അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. അവരെ സ്നേഹിക്കണം, അവരെ സ്നേഹിക്കുക നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടി അവരെ നമ്മൾ സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, അവരേറ്റവും ശ്രേഷ്ഠരാണ് എന്നതും അവരേറ്റവും നീതിയുള്ളവരാണ് എന്നതും അവരേറ്റവും ശരിയുടെ സത്യത്തിന്റെ ആളുകളാണ് എന്നതും നമ്മൾ വിശ്വസിക്കണം. അവരേറ്റവും ശ്രേഷ്ഠരാണ്. കാരണം അള്ളാഹു അവരെ ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞിരിക്കുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. سورة التوبة 100-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന സഹാബിമാർ, അവരെ നന്മയോടെ പിൻപറ്റിയവർ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കി എന്താണ്? വല്ലദീന മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. വല്ലദീന മഅഹു, നബിയുടെ കൂടെയുള്ളവർ. പിന്നെ പറയുന്നത് നബിയുടെ കൂടെയുള്ളവരുടെ ശ്രേഷ്ഠതയാണ്. ശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും, അവർ കുഫാറുകളോട് ശിദ്ദത്തോടെ ശക്തമായ നിലപാടെടുക്കുന്ന ആളുകളാണ്. പരസ്പരം റഹ്മത്ത് കാരുണ്യം കാണിക്കുന്നവരാണ്. സുജൂദും റുകൂഉം ചെയ്യുന്നവരായി അവരെ കാണാം. അവർ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കുന്നു. അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ അടയാളങ്ങളുണ്ട്. തൗറാത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ കുറിച്ച് എവിടെയുണ്ട്? തൗറാത്തിലും ഇഞ്ചീലിലും അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്റെ തലമുറയാണ്, പിന്നെ അവർക്ക് തൊട്ടുള്ളവർ, പിന്നെ അവർക്ക് തൊട്ടു ശേഷമുള്ളവർ. സഹാബത്ത്, താബിഈകൾ, തബഉ താബിഈകൾ, ഏറ്റവും ശ്രേഷ്ഠത അവർക്കാണ്. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا تسبوا أصحابي لا تسبوا أصحابي لو أنفق أحدكم مثل أحد ذهبا ما بلغ مد أحدهم ولا نصيفه. നിങ്ങൾ എന്റെ സഹാബത്തിന് ചീത്ത പറയരുത്. നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും എന്റെ സഹാബിമാർ ഒരു മുദ് ചെലവഴിച്ച അത്രയും വരികയില്ല, അല്ലെങ്കിൽ അതിന്റെ പകുതി. ഒരു സഹാബി തന്റെ ഇരു കൈകളിൽ ഒരൽപ്പം ഗോതമ്പോ ബാർലിയോ ചെലവഴിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ. നമ്മൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അതിന്റെ അത്രയും എത്തുകയില്ല. അത് അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠത. ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും ഒരു സഹാബിയുടെ ദർജയിലെത്താൻ കഴിയുകയില്ല. അത് കഴിഞ്ഞുപോയി. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, കഴിഞ്ഞുപോയ ഉമ്മത്താണ്. എത്ര ശ്രേഷ്ഠത എത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ ശ്രേഷ്ഠത എത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, അവിടുത്തെ ശബ്ദം കേൾക്കാൻ, അവിടുത്തെ സഹായിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ കൂട്ടരാണ് അവർ. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, സഹാബത്ത് എല്ലാവരും ശ്രേഷ്ഠരാണ്. നമ്മൾ വിശ്വസിക്കണം, സഹാബത്ത് എല്ലാവരും ശ്രേഷ്ഠരാണ്. ഓരോ സഹാബിയും ശ്രേഷ്ഠനാണ്. നിങ്ങൾക്കറിയുമോ, നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന സഹാബിയെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 40 ഹദീസുകൾ പഠിച്ചിട്ടില്ലേ? ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. ആ ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ്.
നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമ. സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആകെ 8 വയസ്സാണ് പ്രായം. നബി വഫാത്താകുമ്പോൾ എത്രയാണ് വയസ്സ്? 8 വയസ്സാണ്. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ ആ സഹാബി ഉദ്ധരിച്ചിരിക്കുന്നു. എന്ത് പറഞ്ഞിട്ട്? സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സമാഅ പറഞ്ഞിട്ട് നബി പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഹദീസാണ് ആ സഹാബി ഉദ്ധരിച്ചത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ചെറിയ കുട്ടികൾ അവർ ഒരുപക്ഷെ നാളെ ഈ ദീൻ ഒരു ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്നവരായേക്കും. ചെറിയ വാക്കുകൾ അവരോട് പറയാൻ മടിക്കരുത്, അവഗണിക്കരുത്. വലിയ ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ അവരുടെ കയ്യിൽ കൊടുക്കാനല്ല, മറിച്ച് ചെറിയ ചെറിയ വാക്കുകളായിരിക്കും, പക്ഷെ അത് അവരിൽ സ്വാധീനം ഉണ്ടാക്കിയേക്കും. നാളെ അതുകൊണ്ട് വലിയ ഫലം ഉണ്ടായേക്കും. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, നബിയിൽ നിന്ന് ഹദീസ് കേട്ട സഹാബിയാകട്ടെ, അവരെല്ലാം ശ്രേഷ്ഠരാണ്. എന്നാൽ ശ്രദ്ധിക്കുക, അവരിൽ ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത കൂടുതലാണ്. എങ്ങനെയാണ് പറഞ്ഞത്? സഹാബിമാരെല്ലാവരും ശ്രേഷ്ഠരാണ്, പക്ഷേ അവരിൽ ചിലരെക്കാൾ ശ്രേഷ്ഠത കൂടുതലാണ്. ഏറ്റവും ശ്രേഷ്ഠനായ സഹാബി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ثم ഉമർ, പിന്നെ ഉമറാണ്, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി സഹാബിമാരാണ്. അഥവാ നബിയുടെ ഒരു ഹദീസിൽ, ഒരൊറ്റ ഹദീസിൽ 10 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, മുബ്തദ ഖബറായിട്ട് ഓരോരുത്തരുടെ പേരും ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. എങ്ങനെയല്ല പറഞ്ഞത്? ശ്രദ്ധിക്കുക, എല്ലാവരുടെ പേരും പറഞ്ഞ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ജുബൈർ, തൽഹ, സഅദ്, സഈദ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാലും അർത്ഥം അതാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് എന്ത് പറയാൻ? ഫിൽ ജന്ന, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന എന്ന് പറയുക. അങ്ങനെ പറഞ്ഞ 10 സഹാബിമാരുണ്ട്. ഈ 4 പേർ കഴിഞ്ഞാൽ പിന്നെ 6 സഹാബിമാർ. അവരെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഹായിയയിൽ നമ്മൾ കേട്ടത്. ഒന്ന് തൽഹ ഇബ്നു ഉബൈദില്ലാഹ്, 2 സുബൈർ ഇബ്നുൽ അവ്വാം, 3 അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, 4 സഅദ് ബിൻ അബി വഖാസ്, 5 സഈദ് ബിൻ സെയ്ദ്, 6 അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, അദ്ദേഹത്തിന്റെ പേരാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ഫിഹ്രി. ഈ 6 സഹാബിമാർ പഠിക്കണം, പേര് നമ്മൾ പഠിക്കണം. അവരാണ് എന്തറിയപ്പെടുന്നത്? അൽ അശറതു അൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാർ. ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠർ, സഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇവർ മാത്രമാണോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്? അല്ല, വേറെ സഹാബിമാരുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ ഒരൊറ്റ ഹദീസിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. വേറെയും ധാരാളം സഹാബിമാർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായി ഉണ്ട്. വേറെയും സഹാബിമാർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായി ഉണ്ട്. ബിലാലിനെ പോലെ, ഫാത്തിമയെ പോലെ, ഹസൻ ഹുസൈനെ പോലെ ഉള്ള സഹാബിമാർ റളിയല്ലാഹു അൻഹും. അതേക്കുറിച്ച് നമ്മൾ പറയാം. പക്ഷേ പറഞ്ഞു വന്നത് ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. അതുപോലെ പിന്നെ ബദറിൽ പങ്കെടുത്തവർ, ബദരീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, അവർ ശ്രേഷ്ഠരായ സഹാബിമാരാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ സഹാബിമാർ അവരാണ് സഹാബിമാരിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ ഈ പറഞ്ഞ സഹാബിമാരാണ്. സഹാബിമാരിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ഈ പറഞ്ഞ സഹാബിമാരാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ മൂന്നാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സഹാബത്ത് എല്ലാവരും ശ്രേഷ്ഠരാണ്, എന്നാൽ അവരിൽ ചിലരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. നാലാമത്തേത്, അവരെക്കുറിച്ച്, സഹാബിമാരെ കുറിച്ച് അവരുടെ നന്മകൾ പറയുകയും അവരെ പുകഴ്ത്തുകയും അവരുടെ ഖൈറുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? സഹാബത്തിനെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? നല്ലത് പറയണം. അവരുടെ നന്മകൾ, അവരുടെ നല്ല കഥകൾ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് പ്രചരിപ്പിക്കണം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്
അള്ളാഹു അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. فوجد قلب محمد صلى الله عليه وسلم خير قلوب العباد. അള്ളാഹു അടിമകളിൽ ഏറ്റവും നല്ല ഹൃദയമായി കണ്ടത് ആരുടെ ഹൃദയമാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബാണ്. ഫസ്തഫാഹു ലിനഫ്സിഹി ഫബ്തഅസഹു ബിരിസാലതിഹി. അള്ളാഹു അവന്റെ റിസാലത്തുമായി നബിയെ നിയോഗിച്ചു. ثم نظر في قلوب العباد. ശേഷം അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് നബിയുടെ ഖൽബിന് ശേഷം فوجد قلوب أصحاب محمد صلى الله عليه وسلم فوجد قلوب أصحابه خير قلوب العباد. അടിമകളിൽ ഏറ്റവും നല്ല ഹൃദയങ്ങളുള്ളവരായി അള്ളാഹു കണ്ടത് നബിയുടെ സഹാബിമാരുടെ ഹൃദയങ്ങളെയാണ്, അവരെയാണ്. ഫജഅലഹും ബുസറാഅ നബിയ്യിഹി. അവരെ അള്ളാഹു അവന്റെ നബിയുടെ സഹായികളാക്കി നിശ്ചയിച്ചു. യുഖാതിലൂന അലാ ദീനിഹി. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്നവരാക്കി. ഫമാ റഅൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. ആ സഹാബിമാർ എന്താണോ ഖൈറായി കണ്ടത് അതാണ് അള്ളാഹുവിങ്കൽ നന്മ. വമാ റഅൗഹു സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യി. അവരെന്താണോ തിന്മയായി കണ്ടത് അതാണ് അള്ളാഹുവിങ്കൽ തിന്മ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അഞ്ചാമത്തെ കാര്യം, സഹാബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും അവർക്ക് വേണ്ടി തറദ്ദി അഥവാ അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് സഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. ഒരു സഹാബിയുടെ പേര് കേട്ടാൽ പറയും റളിയല്ലാഹു അൻഹു, അല്ലേ? അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞതാണ് റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സഹാബിമാരെ കുറിച്ച് മുഹാജിറുകളെയും അൻസാറുകളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു പറഞ്ഞു, അവർക്ക് ശേഷം വരുന്നവർ പ്രാർത്ഥിക്കും, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങൾക്ക് മുൻപേ ഈമാനുമായി കടന്നുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ മനസ്സിൽ മുഅ്മിനുകളെ കുറിച്ചൊരു പ്രയാസം, ഒരു വെറുപ്പ് നീ മനസ്സിൽ വെക്കരുതേ. സാധാരണ ഒരു മുസ്ലിമിനെ കുറിച്ച് വെറുപ്പ് മനസ്സിൽ വെക്കുക തെറ്റാണ്. എങ്കിൽ സഹാബിമാരെ കുറിച്ച് വെറുപ്പ് വെക്കലോ എന്തായിരിക്കും അത്? നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, ഉമിറു അൻ യസ്തഗ്ഫിറൂ ലി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബൂഹും. സഹാബിമാരെ ചീത്ത വിളിക്കുന്ന ചിലരെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു അവരോട് കൽപ്പിച്ചത് അവർക്ക് വേണ്ടി പാപമോചനം തേടാനാണ്, പക്ഷേ ഇവരിതാ അവരെ ചീത്ത പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അള്ളാഹു പഠിപ്പിച്ച എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സഹാബിമാരുടെ പേര് കേട്ടാൽ നമ്മൾ പറയുന്നു റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നു. അതാണ് മുസ്ലിമീങ്ങളുടെ പൊതുവായ രീതി. പണ്ടുമുതലേ അഹ്ലുൽ ഇൽം അഹ്ലുസ് സുന്നത്ത് സ്വീകരിച്ചു പോകുന്ന രീതി അതാണ്. ആറാമത്തെ കാര്യം, സഹാബിമാരെ വെറുക്കുന്നവരെ, അവരോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവരെ വെറുക്കലും അവരോട് വിദ്വേഷം വെക്കലും നിർബന്ധമാണ്. സഹാബിമാരെ വെറുക്കുന്നവനെ വെറുക്കുക നിർബന്ധമാണ്. അവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരാൾക്ക് സാധിക്കുന്നത് പോലെ മറുപടി പറയണം. മനസ്സിലായില്ലേ? സഹാബത്തിന് ഒരുത്തൻ വെറുക്കുന്നുണ്ടോ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനെയാണ് വെറുക്കുന്നത്. സഹാബത്തിന് ചീത്ത പറയുന്നവൻ യഥാർത്ഥത്തിൽ ദീനിനെയാണ് ചീത്ത പറയാൻ ശ്രമിക്കുന്നത്. കാരണം ആ സഹാബത്ത് വഴിക്ക് മാത്രമാണ് നമുക്ക് ഖുർആൻ എത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എത്തിയത്. നാഖിലിനെ ചീത്ത പറയുക, നാഖിൽ എന്ത് നഖ്ല് ചെയ്തോ അതിന് ചീത്ത പറയലാണ്. ദീൻ നമുക്ക് എത്തിച്ചു തന്ന കൈമാറിയ സഹാബിമാരെ ചീത്ത പറയുന്നവൻ ദീനെയാണ് ചീത്ത പറയുന്നത് അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ ചീത്ത പറയുന്നു. കാരണം റാഫിദികൾ, ഷിയഈകൾ സഹാബത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാളുടെ മനസ്സിൽ മോശം ചിന്ത ഉണ്ടാകും. കാരണം ഇത്രയും മോശക്കാരായ ആളുകളാണോ, അവരെയാണോ നബി കൂട്ടുകാരായി കൂടെ കൂട്ടിയത്? അവരാണോ നബി ഇങ്ങനെ പ്രശംസിച്ചത്? പോകട്ടെ, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ വരെ അവൻ ചോദ്യം ചെയ്യുന്നു. കാരണം ഇങ്ങനെ മോശക്കാരായ ആളുകളെയാണോ അള്ളാഹു അവന്റെ നബിയുടെ അടുത്ത കൂട്ടുകാരായി നിശ്ചയിച്ചത്? നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹാബത്തിനെ ചീത്ത പറയുക എന്നത് ദീനിനെ കുറ്റം പറയാനാണ്, റബ്ബിനെ കുറ്റം പറയാനാണ്. ഏഴാമത്തെ കാര്യം, സഹാബത്ത് അവർ സ്വർഗത്തിലാണ് എന്ന് മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അവരെ മുഴുവൻ പേരെയും എന്ന് മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്നാൽ പേരെടുത്ത് അവരിൽ ഇന്നയാൾ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെ കുറിച്ചാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ സഹാബത്ത് സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇവിടെയും നാളെ സ്വർഗത്തിലും നബിയുടെ ഇണകളാണ് എന്ന് വിശ്വസിക്കുന്നു. അതേസമയം ഓരോരുത്തരുടെ പേരെടുത്ത് സഹാബിമാരിൽ ഇന്ന സഹാബി സ്വർഗത്തിൽ, ഇന്ന സഹാബി സ്വർഗത്തിലാണ് എന്ന് നമ്മൾ ആരെ കുറിച്ചാണ് പറയുക? ആരെ കുറിച്ചാണ് പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെ കുറിച്ച്. ഇക്കാര്യം ശ്രദ്ധിക്കുക. അവരെല്ലാവരും ശരിയായ വഴിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അവരെ പിൻപറ്റാൻ പറഞ്ഞത്. അവർ ശരിയായ വഴിയിലാണെന്ന് പറഞ്ഞത്. അവർ സ്വർഗത്തിലാണ്. അതേസമയം അവരിൽ വ്യക്തിപരമായി പറയേണ്ടത് വ്യക്തിപരമായി അള്ളാഹു പറഞ്ഞവരെയാണ്. സഹാബിമാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നിട്ടുള്ള 10 സഹാബിമാരുണ്ട്. അതുപോലെ വേറെയും സഹാബിമാരുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ കാലടി ശബ്ദം സ്വർഗത്തിൽ കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു സഹാബി പറയുമ്പോൾ സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച ഒരു സഹാബി ആര് പറയും? ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു ഒരു സഹാബി ഞാൻ പറഞ്ഞു, ബിലാൽ. പിന്നെ ഉക്കാശ ബിൻ മുഹ്സൻ. അതുപോലെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു. സാബിത്ത് ബിൻ ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരാതിരുന്ന സംഭവം, ഉച്ചത്തിൽ നബിയുടെ അരികിൽ ശബ്ദമുയർത്തരുത് എന്ന് അള്ളാഹു ആയത്തിറക്കിയപ്പോൾ എന്റെ ശബ്ദം വലിയ ശബ്ദമാണല്ലോ, നബിയുടെ മുന്നിൽ ഒച്ചയിട്ട് പോയല്ലോ, എന്റെ അമലൊക്കെ തകർന്നുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ വിഷമിച്ചിരുന്ന സഹാബിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ആളെ അയച്ചത് വലിയൊരു സന്തോഷ വാർത്തയുമായി കൊണ്ടാണ്. നീ നരകക്കാരുടെ കൂട്ടത്തിലല്ല, മറിച്ച് നീ സ്വർഗക്കാരുടെ കൂട്ടത്തിലാണ്. അതുപോലെ നബിയുടെ മകൾ ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ഇങ്ങനെ പല സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ പേരെടുത്ത് അവർ സ്വർഗത്തിലാണ് എന്ന് പറയണം, അങ്ങനെ സാക്ഷ്യം വഹിക്കണം. എട്ടാമത്തത്, സഹാബിമാർക്കിടയിൽ പിൽക്കാലത്തുണ്ടായ പ്രശ്നങ്ങൾ, അവർക്കിടയിലുണ്ടായ യുദ്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ മുഴുകുകയോ അതേക്കുറിച്ച് അനാവശ്യമായത് ചർച്ച ചെയ്യുകയോ അങ്ങനെയുള്ളതിലേക്ക് കടക്കുകയോ ചെയ്യാതിരിക്കുക. ഇത് സഹാബത്തിനുള്ള ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികൂ, എന്റെ സഹാബത്തിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഫഅംസികൂ, അവിടെ നിർത്തുക നിങ്ങൾ. അഥവാ സഹാബത്തിന് കുറ്റം പറയുന്ന എന്തെങ്കിലും, അവരെ കുറിച്ച് മോശമായത് തോന്നാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഇടങ്ങളെത്തിയാൽ അവിടെ നിർത്തുക. അവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ കുത്തിനിറക്കപ്പെട്ട പല പുസ്തകങ്ങളുമുണ്ട്. സഹാബിമാരുടെ ചരിത്രം, 100 സഹാബിമാരുടെ 150 സഹാബിമാരുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും ചിലപ്പോ. അങ്ങനെയുള്ള പലതിലും സഹാബിമാരെ കുറിച്ചുള്ള എല്ലാ കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളും ഉണ്ട്. മലയാളത്തിലുണ്ട്, പല ഭാഷകളിലുമുണ്ട്. അങ്ങനെയുള്ളതിലേക്ക് കടക്കുമ്പോൾ വളരെ അങ്ങനെയുള്ളത് വായിച്ചു പോയിട്ടുണ്ടോ മനസ്സിലാക്കുക സഹാബിമാരുടെ ശ്രേഷ്ഠത. അങ്ങനെ ഉള്ളത് ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കടക്കാതിരിക്കുക, അത് വായിക്കാതിരിക്കുക, ഹൃദയം ശുദ്ധമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ ഇസ്ലാം നേരായ ഇസ്ലാമാണ് എന്നതിന്റെ അടയാളമാണ് എന്ത്? അവൻ ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുമെന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം സഹാബത്തിനിടയിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി, തിൽക ദിമാഉൻ തഹറല്ലാഹു യദയ്യ മിൻഹാ ഫലാ ഉഹിബ്ബു അൻ അഖ്ദിബ ലിസാനി ഫീഹാ, അല്ലാഹു ആ രക്തത്തിൽ നിന്ന് എന്റെ കൈകളെ സംരക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് ആ രക്തത്തിൽ പങ്കില്ല, ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല, എന്റെ നാവിനെ അവരുടെ രക്തത്തിൽ നിന്ന് ഞാൻ കാത്തുകൊള്ളട്ടെ, എനിക്കതിൽ പങ്കെടുക്കേണ്ടി വന്ന ഇനി സംസാരിച്ച് ആ രക്തം എന്റെ നാവിൽ ഞാൻ ഒരിക്കലും അതിലാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പിൽക്കാലത്ത് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ 2 ചേരികളായി തിരിയുകയും അവർക്കിടയിൽ യുദ്ധമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ 2ൽ 2 കൂട്ടരും ഇജ്തിഹാദ് ചെയ്തവരാണ്. അഥവാ ആ പ്രശ്നത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് ശേഷമുണ്ടായ പ്രശ്നത്തിൽ 2 പേരും ഇജ്തിഹാദിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകങ്ങളെ ആദ്യം പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്യണം എന്നായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയുള്ളവരുടെയും അഭിപ്രായം. എന്നാൽ അതല്ല, അത് പിന്നീട് ചെയ്യാം,
എന്നതായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. പിന്നീട് പ്രശ്നങ്ങൾ രൂക്ഷമായി. അവർക്കിടയിൽ, രണ്ട് സംഘങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ ഉണ്ടായി. രണ്ടിനും സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയാണെന്ന് മനസ്സിലാക്കിയതിലാണ് അവർ മുന്നോട്ട് പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഇജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ വഇദാ അഖ്തഅ ഫലഹു അജ്റു വാഹിദ്. ഒരു മുജ്തഹിദ്, അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ, ഗവേഷണം നടത്താൻ കഴിവുള്ളയാൾ, ഒരു ഹാക്കിം, ഒരു ഭരണാധികാരി, അദ്ദേഹം അങ്ങനെ ഗവേഷണം നടത്തിയിട്ട് ഒരു അഭിപ്രായത്തിൽ മുന്നോട്ട് പോയി. അത് ശരിയായാൽ 2 പ്രതിഫലം, തെറ്റിപ്പോയാൽ 1 പ്രതിഫലം. സഹാബിമാരിൽ 2 കൂട്ടരും ഇതിൽ രണ്ടാമതൊരവസ്ഥയിലാണ്. ഒരു കൂട്ടർക്ക് 2 പ്രതിഫലം, മറ്റൊരു കൂട്ടർക്ക് 1 പ്രതിഫലം. സംശയമില്ല, അതിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും കൂടെ ഉള്ളവർക്കുമാണ് 2 പ്രതിഫലം. എന്നാൽ ഇപ്പുറത്ത് ഭാഗത്തുള്ള മുആവിയ റളിയല്ലാഹു അൻഹു കൂട്ടർക്കുമുള്ളത് 1 പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തംറുഖു മാരിഖത്തുൻ ഇൻദ ഫുർഖത്തിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ 2 വിഭാഗമായി മാറുന്ന ഒരു സമയത്ത് ഒരു മാരിഖത്ത് പുറപ്പെടും, അഥവാ ഖവാരിജുകൾ ആ സമയത്ത് പ്രത്യക്ഷപ്പെടും. യഖ്തുലുഹാ ഔല ത്വായിഫതൈൻ ബിൽ ഹഖ്. മുസ്ലിമീങ്ങളുടെ ഈ 2 സംഘങ്ങളിൽ സത്യത്തോട് ഏറ്റവും അടുത്ത കൂട്ടർ അവരോട് യുദ്ധം ചെയ്യും. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും, ഈ 2 സൈന്യങ്ങളിൽ ഖവാരിജുകളോട് യുദ്ധം ചെയ്തത് ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യമാണ്. ഖവാരിജുകളോട് യുദ്ധം ചെയ്യുന്നവരാണ് സത്യത്തോട് ഏറ്റവും അടുത്ത സംഘം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സംഘങ്ങളിൽ 2 പ്രതിഫലമുള്ളത് ആർക്കാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂടെ ഉള്ളവർക്കുമാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പുറത്തുള്ള സഹാബത്തിനെ ചീത്ത പറയുകയോ അവരെ കുറിച്ച് മോശമായത് ചിന്തിക്കുകയോ ചെയ്യുകയില്ല. ഇതാണ് 8ാമത്തെ കാര്യം. 9, സഹാബത്തിന്റെ അബദ്ധങ്ങളോ അവരുടെ തെറ്റുകളോ സംസാരിക്കാതിരിക്കുക. അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ കണ്ണടക്കുക. അവരെ കുറിച്ച് മോശമായത് പറയാതിരിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ അവരുടെ തെറ്റുകളോ അവരുടെ അബദ്ധങ്ങളോ ആയി പറയപ്പെട്ട കഥകൾ പലതുണ്ട്. അതിൽ പലതും അല്ല, ബഹുഭൂരിപക്ഷവും സനദില്ലാത്തതാണ്. വെറും കഥകളാണ്, കള്ളക്കഥകളാണ്, തെറ്റായ കഥകളാണ്. കുത്തി നിറക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, മലയാളത്തിൽ വരെ ഉണ്ട്. ശ്രദ്ധിക്കണം, സഹാബത്തിനെ കുറിച്ച് മോശം പറയുന്ന കഥകൾ. സഹാബത്തിന്റെ കഥകൾ എന്ന് പറഞ്ഞ ആവേശം ലഭിക്കാനും ഈമാൻ കൂടാനും ഒക്കെ പലരും വായിക്കുന്നതായിരിക്കും. അവസാനമുള്ള ഈമാൻ പോകുന്ന രൂപത്തിലായിരിക്കും അതിലുള്ള കഥകൾ വായിച്ചിട്ട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം. പലതും സനദില്ലാത്ത കള്ളക്കഥകളാണ്. 2, പിന്നെ ഉള്ള ചില കഥകൾ എങ്ങനെയാണ്? സനത് ശരിയായിരിക്കും, പക്ഷേ തെറ്റ് എന്ന് വായിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന രൂപത്തിലായിരിക്കില്ല ആ സംഭവം. അതിൽ അവർക്ക് ന്യായമുണ്ടാകാം. അത് നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ ഒരു മുസ്ലിമിനെ കുറിച്ചൊരു കഥ കേട്ടാൽ നമ്മുടെ ബാധ്യത എന്താ? അത് തന്നെ അയാളെ കുറിച്ച് മോശം വിചാരിക്കണോ? അല്ല, അയാൾക്ക് എന്തെങ്കിലും ഒരു എതിരുണ്ടാവും. അത് നല്ല അയാൾക്ക് മനസ്സിലാക്കാം. ഞാൻ കേട്ടത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിരിക്കും. ഈ രൂപത്തിൽ നല്ല എന്തെങ്കിലും ഒരു കഴിവ് അയാൾക്ക് വകവെച്ചു കൊടുക്കുകയാണ് സാധാരണ മുസ്ലിമീങ്ങളോടുള്ള ബാധ്യത. എങ്കിൽ പിന്നെ സഹാബത്തിനോടുള്ള ബാധ്യത എന്തായിരിക്കും? 3ാമത്തേത് നോക്കൂ നിങ്ങൾ, സനത് ശരിയായിരിക്കും. അത് തെറ്റല്ലാത്തൊരു രൂപത്തിൽ ആ കഥയെ മനസ്സിലാക്കാൻ യാതൊരു വകുപ്പുമില്ല. എന്നാൽ ആ അബദ്ധമാകട്ടെ അവർക്ക് സംഭവിച്ചത് ഒരു അശ്രദ്ധയിലോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലോ അത് ശരിയാണെന്ന് മനസ്സിലാക്കി, അതാണ് ദീനെന്ന് മനസ്സിലാക്കിയിട്ടോ ആവാം. ഇനി നോക്കൂ, ഈ വക കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി സഹാബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ശരിയാണ്, നമ്മൾ സഹാബത്തിനെ കുറിച്ച് അവർ നബിമാരെ പോലെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്? അല്ല, അവർ മനുഷ്യരാണ്. ശ്രദ്ധിക്കുക, സഹാബത്തിന് പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്, അതോടൊപ്പം അവരാരാണ്? മനുഷ്യരാണ്. നമ്മൾ ഷിയകളെ പോലെ റാഫിദികളെ പോലെ അവർ ഇമാമമാരെ വിശ്വസിക്കുന്ന പോലെ അവർക്ക് മാസൂമുകളാണ്, ഒരബദ്ധം ഒരിക്കലും അവർക്ക് സംഭവിക്കില്ല എന്നാണോ സഹാബത്തിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല, അവർ മനുഷ്യരാണ്, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ്. അബദ്ധം സംഭവിക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ അത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സഹാബികമാരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയാലും നോക്കൂ നിങ്ങൾ, 5 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്നുകിൽ അവർ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ടാകും. അബദ്ധം പറ്റി പിന്നെ തൗബ ചെയ്തിട്ടുണ്ട്. തൗബ ചെയ്താൽ അത്തായിബു മിന ദംബി കമാ ലാ ദംബ ലഹു, തൗബ ചെയ്തയാൾ തെറ്റ് സംഭവിക്കാത്തയാളെ പോലെയാണ്. 2,
അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ നന്മകൾ കാരണത്താൽ അവർക്കത് പുറത്തു കൊടുത്തിട്ടുണ്ടാകാം. 3, ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാകാം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പഠിച്ച സമയത്ത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബിയുടെ ഒരു കഥ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫത്ഹ് മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിനായി പോകുന്ന സമയത്ത് നബിയുടെയും സഹാബത്തിന്റെ വിവരങ്ങൾ മുശ്രിക്കുകൾക്ക് ഈ സഹാബി എഴുതി അയച്ചു കൊടുത്തു. ആ സഹാബിക്ക് അവിടെ മക്കയിൽ കുടുംബക്കാരും മറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങാനും പരാജയം സംഭവിച്ചാൽ അവരുടെ അരികിൽ എനിക്കൊരു സ്ഥാനമുണ്ടാകാൻ അതിനുവേണ്ടിയായിരുന്നു ഈ സഹാബി ഇത് ചെയ്തത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെയും വിവരം മുശ്രിക്കുകൾക്ക് എഴുതി അറിയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ വഹി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഹാത്തിബിന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഹാത്തിബ് റളിയല്ലാഹു അൻഹു തന്റെ ഒഴിവഴി പറഞ്ഞു, നബിയെ, ഞാൻ ഇങ്ങനെ മുശ്രിക്കുകളുടെ കൂടെ ചേർന്നുകൊണ്ടോ ഞാൻ മുസ്ലിം അല്ലാത്തത് കൊണ്ടോ ചെയ്തതല്ല. പക്ഷേ ഇങ്ങനെ എനിക്ക് അവർക്കിടയിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾ ബാക്കി സഹാബിമാർക്കൊക്കെ അവിടെ കുടുംബവും മറ്റുമുണ്ട്, എന്നാൽ എനിക്കതില്ല. ഈ എഴുത്തിലൂടെ അവർക്കിടയിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ ഞാൻ ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനെ കഴുത്തുവെട്ടുമെന്ന ഉമറിനോട് പറയുകയാണ്, ഇന്നഹു ഖദ് ഷഹിദ ബദ്റൻ, ബദറിൽ പങ്കെടുത്ത ആളാണ്. ലഅല്ല അല്ലാഹ ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദ്റിൻ ثم قال اعملوا ما شئتم قد غفرت لكم. ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ നോക്കി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഞാൻ പുറത്തു വരും. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയുണ്ട് ഇത് കേട്ടപ്പോൾ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഒരാളുടെ സാബിഖത്തുൽ അമൽ, മുൻപ് കഴിഞ്ഞുപോയ വലിയ അമൽ, അത് കാരണത്താൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കും. ഇത് സാധാരണ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കുറേ നന്മകളുള്ള ഒരു മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം കണ്ടാൽ അതോടെ അയാളുടെ എല്ലാ സ്ഥാനവും ഇല്ലാതാക്കി കളയും. കുറെ ഹയർ ചെയ്തൊരു മനുഷ്യനാണ്, എന്തൊക്കെയോ നന്മകൾ അയാളെ കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധങ്ങൾ പൊരുത്തപ്പെടാനും വിട്ടുകൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിലൊക്കെ ഈ കാര്യം നമുക്ക് ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുഅ്മിനത്തിനെ വെറുക്കരുത്. അവളിൽ നിന്നൊരു സ്വഭാവം ഒരാൾക്ക് വെറുപ്പുണ്ടായാലും വേറെ അയാൾക്ക് ഇഷ്ടമുള്ള സ്വഭാവം ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഈ മുൻകഴിഞ്ഞ അവരുടെ വലിയ അമലുകൾ കാരണത്താൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കും. 4-മത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട്, നബിയുടെ ശുപാർശ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഉമ്മത്തിന് വേണ്ടി ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. എല്ലാ നബിയും അത് ദുനിയാവിൽ തന്നെ ഉപയോഗിച്ചു. ഞാൻ എന്റെ ഉമ്മത്തിന് ശഫാഅത്തായി അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ശഫാഅത്തിൽ, ശുപാർശയിൽ ഉൾപ്പെടാൻ നമ്മെക്കാൾ എന്തുകൊണ്ടും അർഹരാണ് ആര്? സഹാബിമാർ, സംശയവുമില്ല. 5-മത്തേത്, പരീക്ഷണങ്ങൾ മുഖേന പിന്നീട് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇതൊക്കെ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവരുടെ അബദ്ധങ്ങളുടെ എന്തെങ്കിലും സ്ഥിരപ്പെട്ടു വന്നാൽ പോലും ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു രത്ന ചുരുക്കം നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 10 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ